ഒരു കാലത്ത് മലയാള സിനിമയിൽ നായക സങ്കല്പങ്ങളെ തന്നെ തിരുത്തിക്കുറിച്ച് കടന്നുവന്ന തലയെടുപ്പുള്ള രൂപം. മമ്മൂട്ടിയോളം ഗാംഭീര്യവും സൗന്ദര്യവും കൊണ്ട് തിയേറ്ററുകളെ കയ്യിലെടുത്ത നടൻ. ടി വാസുദേവൻ നായരുടെ വിഖ്യാത സിനിമകളിൽ നായകനായി തിളങ്ങി നിന്ന ദേവൻ എന്ന പ്രതിഭയെ പക്ഷേ സിനിമാ ലോകം വേണ്ടത്ര അടയാളപ്പെടുത്താതെ വില്ലൻ വേഷങ്ങളിലേക്ക് ഒതുക്കുകയായിരുന്നു. സിനിമയിൽ നേരിട്ട അതേ തഴയപ്പെടലും അവഗണനയുമാണ് പതിറ്റാണ്ടുകൾക്കിപ്പുറം അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലും നേരിടേണ്ടി വന്നത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനവും പ്രാഥമികാംഗത്വവും രാജിവെച്ച് ദേവൻ പുറത്തുപോകുമ്പോൾ സിനിമാ രാഷ്ട്രീയ മേഖലകളിലെ ഒരുപോലെ ദാരുണമായ ഒരു പാർശ്വവൽക്കരണത്തിന്റെ കഥയാണ് പുറത്തുവരുന്നത്. കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിലായിരുന്നു ദേവന്റെ നാടകീയമായ രാജിപ്രഖ്യാപനം. ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്നും എന്നാൽ BJPയിൽ ആ ദർശനം നടപ്പാക്കാൻ തനിക്ക് കഴിയുന്നില്ലെന്നും ദേവൻ തുറന്നടിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ എടുത്ത തീരുമാനമാണിതെന്നും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രശ്നങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. BJPയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ ഇടം ലഭിക്കാത്തതിനാലും പാർട്ടിക്ക് തന്നെ ആവശ്യമില്ലെന്ന് വ്യക്തമായതിനാലുമാണ് രാജിവെക്കുന്നതെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. BJP നേതൃത്വവുമായി വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും വ്യക്തിപരമായി ആരോടും വിരോധമില്ല. പെട്ടെന്നെടുത്ത തീരുമാനമല്ലെന്നും കഴിഞ്ഞ 5-6 മാസമായി ഇതേക്കുറിച്ച് ആലോചിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2021 ദേവൻ നേതൃത്വം നൽകിയ മുൻ രാഷ്ട്രീയ പ്രസ്ഥാനമായ നവകേരള പീപ്പിൾസ് പാർട്ടി BJPയിൽ ലയിക്കുന്നത്. ലയന സമയത്ത് ചില വാഗ്ദാനങ്ങളും വലിയ പദ്ധതികളും മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും അതൊന്നും നടപ്പിലാക്കാൻ BJP നേതൃത്വം താൽപര്യം കാണിച്ചില്ല. എങ്കിലും ചേർന്ന സ്ഥിതിക്ക് തികഞ്ഞ സത്യസന്ധതയോടെ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. എന്നാൽ 2023 നൽകിയ പാർട്ടി വൈസ് പ്രസിഡന്റ് സ്ഥാനം തിരിച്ചെടുത്ത വിവരം ഔദ്യോഗികമായി തന്നോട് അറിയിക്കാൻ പോലും നേതൃത്വം തയ്യാറായില്ല. BJPയിൽ ചേരുമ്പോൾ കേരള സ്റ്റേറ്റ് പ്രൊപ്പഗണ്ട സെക്രട്ടറിയുടെ സ്വതന്ത്ര ചുമതല തരാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ അതും പാലിക്കപ്പെട്ടില്ല. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ BJP സംസ്ഥാന അധ്യക്ഷനെ പലതവണ ഫോണിലും സന്ദേശങ്ങൾ വഴിയും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഫോൺ പോലും എടുക്കാതിരുന്നത് പാർട്ടിക്ക് തന്നെ ആവശ്യമില്ലെന്നതിന്റെ വ്യക്തമായ സൂചനയാണെന്ന് ദേവൻ വിലയിരുത്തുന്നു. കേന്ദ്ര നേതാക്കളെയോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയോ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ മാസങ്ങളായി ശ്രമിച്ചിട്ടും കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകിയില്ല. താൻ കേവലം ഒരു സിനിമാ നടനായി രാഷ്ട്രീയത്തിൽ വന്നയാളല്ലെന്നും മറിച്ച് രാഷ്ട്രീയ ചിന്തകളോടെ സിനിമയിലേക്ക് വന്നയാളാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. നാടിനുവേണ്ടി മാറ്റിവെച്ച സമയം പാഴാക്കാൻ തയ്യാറല്ലാത്തതിനാലാണ് 2 മാസം മുൻപ് തന്നെ രാജിക്കാര്യം അന്തിമമായി തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. തൃശൂർ സ്വദേശിയായ ദേവനോട് തൃശൂരിലെ കേന്ദ്രമന്ത്രിയും MP-യുമായ സുരേഷ് ഗോപിയുമായി വിഷയം സംസാരിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ BJPയിലേക്ക് കൊണ്ടുവന്നത് സുരേഷ് ഗോപി അല്ലാത്തതിനാൽ അദ്ദേഹവുമായി ഇത് സംസാരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പാർട്ടിയിലെ ഫണ്ട് വിവാദങ്ങളെക്കുറിച്ചും വർത്തമാന അവസ്ഥകളെക്കുറിച്ചും രാജിക്കത്ത് നൽകിയ ശേഷം വിളിച്ചു ചേർക്കുന്ന വാർത്താസമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൃശൂരിലെ പ്രമുഖ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ശ്രീനിവാസന്റെയും ഡോക്ടറായ ലളിതയുടെയും മകനായി ജനിച്ച ദേവൻ വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ രാമു കാര്യാട്ടിന്റെ അനന്തരവനാണ്. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ പഠിക്കുമ്പോൾ KSU പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ദേവൻ MBA ബിരുദം നേടിയ ശേഷം ബിസിനസ് രംഗത്തും സജീവമായിരുന്നു. സിനിമയോടുള്ള അഭിനിവേശം കാരണം NN പിഷാരടിയുടെ വെള്ളം എന്ന നോവൽ ചലച്ചിത്രമാക്കാൻ നിർമ്മാതാവായി രംഗത്തെത്തി. ഹരിഹരൻ സംവിധാനം ചെയ്ത ടി വാസുദേവൻ നായർ തിരക്കഥയെഴുതിയ വെള്ളം എന്ന ചിത്രത്തിന്റെ നിർമ്മാണ ചെലവുകൾക്കായി ഫണ്ട് കണ്ടെത്താനാണ് അദ്ദേഹം അഭിനേതാവായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. ദേവനെ ഒരു IPS ഉദ്യോഗസ്ഥനാക്കാനായിരുന്നു പിതാവ് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇന്ത്യൻ സൈന്യത്തിൽ ചേരാനായിരുന്നു. ഡിഗ്രി പഠനത്തിന് ശേഷം NDA പരീക്ഷയിൽ പങ്കെടുത്തുവെങ്കിലും അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടില്ല. ജോലി തേടിയാണ് അദ്ദേഹം മദ്രാസിലേക്ക് പോകുന്നത്. തുടർന്ന് അവിടെ വെച്ച് MBA ഉപരിപഠനം പൂർത്തിയാക്കി. ചലച്ചിത്ര രംഗത്ത് കടന്നുവരുന്നതിന് മുൻപ് വിവിധ ബിസിനസ് സംരംഭങ്ങളിൽ അദ്ദേഹം പങ്കാളിയായിരുന്നു. 1980കളുടെ അവസാനത്തിൽ മലയാള സിനിമയിൽ മമ്മൂട്ടിക്ക് പകരക്കാരനാകാൻ പോകുന്ന നായകരൂപമായി ഉയർന്നുവന്ന താരമായിരുന്നു ദേവൻ. ആരണ്യകം, ആരൂഢം തുടങ്ങി ടി വാസുദേവൻ നായരുടെ അതിശക്തമായ രചനകളിൽ നായകനായി അദ്ദേഹം വേഷമിട്ടു. ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം, ഊഴം തുടങ്ങി നിരവധി സിനിമകളിൽ നായകനായി സൗന്ദര്യം കൊണ്ടും സംഭാഷണ ശൈലി കൊണ്ടും തിയേറ്ററുകളിൽ വലിയ തരംഗം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എന്നാൽ തുടർന്നങ്ങോട്ട് മികച്ച നായക വേഷങ്ങൾ നൽകി അദ്ദേഹത്തെ വളർത്തുന്നതിന് പകരം മലയാള സിനിമാ ദേവനെ ക്രമേണ വില്ലൻ വേഷങ്ങളിലേക്കും സ്വഭാവ നടന്മാരുടെ നിരയിലേക്കും ഒതുക്കുകയായിരുന്നു. 1987 ന്യൂഡൽഹി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെയാണ് അദ്ദേഹം വില്ലൻ വേഷങ്ങളിലേക്ക് മാറിയത്. സിനിമയിലെ ഈ മാറ്റി നിർത്തലുകൾക്കിടയിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലും ഒരു കൈ നോക്കാൻ തീരുമാനിക്കുന്നത്. 2004 കേരള പീപ്പിൾസ് പാർട്ടി എന്ന സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാന രൂപീകരണത്തിലൂടെയാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിച്ചത്. വടക്കാഞ്ചേരി, തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കൃത്യമായ നിലപാടുകളും സാമൂഹിക നിരീക്ഷണങ്ങളും ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു. എന്നാൽ പിൽക്കാലത്ത് വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം BJPയിൽ ലയിക്കാൻ തയ്യാറായത്. സിനിമയിൽ എങ്ങനെയാണോ നായകനായി വന്ന് പിന്നീട് വില്ലൻ വേഷങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടത്, അതേ അനുഭവമാണ് രാഷ്ട്രീയത്തിലും ദേവന് നേരിടേണ്ടി വന്നത്. വലിയ വാഗ്ദാനങ്ങൾ നൽകി പാർട്ടിയിലേക്ക് കൊണ്ടുവന്നവർ പിന്നീട് അദ്ദേഹത്തെ പാടെ അവഗണിക്കുകയായിരുന്നു. ഭാവി രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് തനിക്ക് കൃത്യമായ രൂപരേഖയുണ്ടെന്ന് ദേവൻ വ്യക്തമാക്കുന്നു.
2004 താൻ രൂപീകരിച്ച കേരള പീപ്പിൾസ് പാർട്ടി പുനരുജ്ജീവിപ്പിച്ച് അതിലൂടെ മുന്നോട്ടു പോകാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. നിലവിലുള്ള മറ്റു മുന്നണി പ്രസ്ഥാനങ്ങളിലൊന്നും വിശ്വാസമില്ലാത്തതിനാൽ മറ്റൊരു പാർട്ടിയിലേക്കും പോകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 2-3 മാസമായി സ്വന്തം പാർട്ടി പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള സജീവ പ്രവർത്തനങ്ങളിലാണ് അദ്ദേഹം. നിലവിൽ ഒറ്റയ്ക്ക് മുന്നോട്ടു പോകുമെന്നും തുടർ നടപടികൾ അതിനുശേഷം ആലോചിച്ച് തീരുമാനിക്കുമെന്നും ദേവൻ കൂട്ടിച്ചേർത്തു. മമ്മൂട്ടിയോളം തലയെടുപ്പും MTയുടെ നായകസ്ഥാനവും ഉണ്ടായിരുന്നിട്ടും സിനിമയിൽ അർഹിച്ച ഉയരങ്ങളിൽ എത്താൻ കഴിയാതെ പോയ നടനാണ് ദേവൻ. വില്ലൻ വേഷങ്ങളിലേക്ക് ഒതുക്കപ്പെട്ടതുപോലെ BJPയിലും അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാതെ പുറത്തുപോകേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിലെയും രാഷ്ട്രീയത്തിലെയും വലിയൊരു അവഗണനയുടെയും മാറ്റി നിർത്തലിന്റെയും കഥയായി അവശേഷിക്കുന്നു.